ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്ന് കാലത്ത് ഒരു 30 വയസ്സ് കഴിയുമ്പോഴാണ് പുഴുപ്പല്ല്, പല്ലാട്ടം, ഈയിൽ നിന്ന് രക്തം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും പല്ലാട്ടം കാണുന്നതും അതുപോലെ തന്നെ പുഴുപ്പല്ല് അധികമായി വരുന്നതും ഈയിൽ നിന്ന് രക്തം വരുന്നതും വായനാറ്റം എല്ലാം ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ആയിട്ടുള്ള ഒരു പൽപ്പൊടി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണത്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പല്ലിലുണ്ടാവുന്ന ആ ഒരു മഞ്ഞക്കറ പൂർണ്ണമായി മാറ്റി നിങ്ങളുടെ പല്ല് നല്ല വെണ്മയുള്ളതായിട്ടിരിക്കും. പുഴുപ്പല്ലുണ്ടെങ്കിൽ ആ പുഴുപ്പല്ലെല്ലാം ശരിയാക്കി തരും. അതിലുണ്ടാവുന്ന ബാക്ടീരിയ മുഴുവനായി നശിച്ചു പോകും. പിന്നെ പല്ലാട്ടം ഉണ്ടെങ്കിൽ അത് ശരിയാക്കും. നിങ്ങളുടെ ഈരുകളിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മുടെ പല്ല് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പൽപ്പൊടി നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീട്ടിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആലം സ്റ്റോൺ ആണ്, നമ്മുടെ പടികാരം. ഈ ഒരു പടികാരം ഞാനൊരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്കിത് പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു പടിക്കാരൻ നമ്മുടെ പല്ല് മഞ്ഞ നിറമൊക്കെ നീക്കിയിട്ട് പല്ല് നല്ല വെണ്മയുള്ളതാക്കി വെച്ച് തരും. അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ബാക്ടീരിയ നശിപ്പിച്ച് തരും. പുഴുപ്പല്ല് മൂലം വരുന്ന ആ ഒരു പല്ല് വീക്കം, നീര് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ശരിയാക്കി തരും കേട്ടോ. പിന്നെ ഞാനിവിടെ അടുത്തതായി എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഞാനൊരു 5 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വായിലെ ബാക്ടീരിയയും പല്ലിലെ ബാക്ടീരിയയും നശിപ്പിച്ച് തരും. പിന്നെ വായനാറ്റം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കുറച്ച് തരും. പിന്നെ പുഴുപ്പല്ല് മൂലം വരുന്ന ആ ഒരു നീരും വേദനയും കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഗ്രാമ്പു ഉപയോഗിക്കാം. മേൽക്കൊണ്ട് നമുക്ക് പുഴുപ്പല്ല് വരാതെ ഇരിക്കുന്നത് തടയാനായിട്ടും നമുക്ക് ഈ ഒരു ഗ്രാമ്പു ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഗ്രാം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടക്കട പൗഡറാണ്. അതൊരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന 2 പ്ലേറ്റിനകത്തും കടക്കട പൗഡർ തന്നെയാണ്. ഒരെണ്ണം ഞാൻ പൗഡർ ഫോമിലായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു പച്ചമരുന്ന് കടയിൽ നിന്ന്. മറ്റൊരെണ്ണം മുഴുവനായിട്ടുള്ള കടുക്ക മേടിച്ചിട്ട് അതിനകത്തുള്ള കുരു മാറ്റി ആ തോല് മാത്രമായിട്ട് എടുത്ത് അങ്ങ് മിക്സി ബൗളിനകത്തിട്ട് പൊടിച്ച് ചലിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും കളർ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കടക്കട പൊടി നമ്മൾ ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ പല്ലിക്ക് ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലുണ്ട് ആ ഒരു ആട്ടം കാണുന്നത് നിൽക്കും. അതുപോലെ തന്നെ ഈരുകളിൽ നിന്ന് വരുന്ന ആ ഒരു രക്തം വരുന്നതെല്ലാം ശരിയാക്കി നമ്മുടെ പല്ലിനെ നല്ല ആരോഗ്യമായിട്ട് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. പടിക്കാരൻ നമ്മളിവിടെ ഒരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഗ്രാം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം കടുക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പടിക്കാരൻ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ വെച്ചിട്ട് അതങ്ങ് ഒരു ഒരകല്ലിൻ്റെ ആ ഒരു ഇടികല്ല് വെച്ചിട്ട് ഞാനതങ്ങ് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പടികാരം നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പടികാരവും ഈ ഒരു ഗ്രാമ്പും കൂടി നന്നായിട്ട് അങ്ങ് പൊടിച്ചുകൊണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒട്ടും തന്നെ നനവില്ലാത്തൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ ഒരു പടികാരവും 10 ഗ്രാം പടികാരവും 5 ഗ്രാം നമ്മുടെ ഈ ഒരു ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് പൊടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ കണ്ടിട്ട് നല്ല വണ്ണം അങ്ങ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടക്കട പൗഡറാണ്. അപ്പോൾ 2 പ്ലേറ്റിനകത്തുള്ളതും കടക്കട പൗഡർ തന്നെയാണ് കേട്ടോ. അതൊരു 50 ഗ്രാമോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൽപ്പൊടി റെഡി. ഗൈസ്, ഈ ഒരു പൽപ്പൊടി നല്ലവണ്ണം ഫൈനായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലിനകത്തോ സിൽവറിൻ്റെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്തോ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്കിത് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം കേട്ടോ. 2 മാസം വരെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ച് വേണം ഇതെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൗഡർ പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോൾ. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയ്ക്കകത്ത് ഒരല്പം ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ല കുഴുമ്പ് പരുവത്തിലാക്കി അങ്ങ് എടുത്ത് പേസ്റ്റ് രൂപത്തിൽ അങ്ങ് ആക്കി എടുത്തിട്ട് നമുക്കിത് ബ്രഷ് വെച്ചിട്ട് പല്ല് തേക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ രാവിലെയും രാത്രിയും ചെയ്ത് വരണം കേട്ടോ. രാവിലെ മാത്രം ആരും പല്ലിച്ചിരിക്കരുത്, രാത്രി മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുടിച്ച ആ ഒരു ചായ, കഴിച്ച ഇഡ്ഡലി, ഉച്ചത്തെ സാമ്പാറും ചോറും രാത്രിത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയും എല്ലാത്തിൻ്റെയും വേസ്റ്റും കാര്യങ്ങളും നമ്മുടെ പല്ലിനകത്ത് അവിടെ ഉണ്ടാവും കേട്ടോ. നമുക്കത് കാണാൻ പറ്റില്ല എന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എത്ര വായ ഒപ്പിളിച്ചാലും ആ ഒരു വേസ്റ്റും കാര്യങ്ങളും നമ്മുടെ പല്ലിനടിയിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ രാത്രിയാണ് നമ്മൾ പല്ലിന് സമയം കൊടുക്കുന്നത്, റെസ്റ്റ് എടുക്കാനായിട്ട്. നമ്മൾ പകൽ മുഴുവൻ പല്ലിന് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പല്ലിന് റെസ്റ്റ് കൊടുക്കുന്നത്. അന്നേരമാണ് നമ്മുടെ ബാക്ടീരിയക്ക് പണി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ സകല ബാക്ടീരിയയും പുറത്തോട്ട് വന്ന് വായ്ക്കകത്തുള്ള ബാക്ടീരിയയും പല്ലിനകത്തുള്ള ബാക്ടീരിയയും കംപ്ലീറ്റും പുറത്ത് വന്നിട്ട് അവർക്ക് വേണ്ട ഫുഡുകളെല്ലാം അവരങ്ങ് എടുത്ത് കഴിച്ചോളും. നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ കംപ്ലീറ്റും ഹോട്ടൽ തന്നെയായിരിക്കും നമ്മുടെ വായ്ക്കകത്ത് ഉണ്ടാവുക. അവർക്ക് വേണ്ട ഫുഡുകളെല്ലാം കംപ്ലീറ്റ് അവരങ്ങ് എടുത്ത് നമ്മുടെ പല്ലിനങ്ങ് ചീത്തയാക്കി തരും. അപ്പോൾ ഇതുകൊണ്ടാണ് നിർബന്ധമായിട്ടും രാത്രി നമ്മൾ പല്ല് തേക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ രാത്രി നമ്മൾ പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ്ക്കകത്തുള്ള കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളും പുറത്തോട്ട് പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ ബാക്ടീരിയസ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് ഒരു ഫുഡും കിട്ടത്തില്ല വായത്തിനകത്ത്. അപ്പോൾ അവരങ്ങ് തനിയെ പട്ടിണി കിടന്നങ്ങ് ചത്തു വയ്ക്കോളും. അപ്പോൾ ഗൈസ്, നിങ്ങൾ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഈ ഒരു രീതി ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള നല്ല വെണ്മയുള്ള പല്ലുകൾ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.